ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഒരു QA വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഏകദേശം ഒരു 6-7 പേര് അടുപ്പിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ റിപ്ലൈ തരൽ വീഡിയോ ആണ് സുഹൃത്തുക്കളെ, അഥവാ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ എന്നൊക്കെ പറയാം. ഏകദേശം 2-3 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൽ 1-2 യൂണിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ട്രിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാം. പിന്നെ ഗൈസ്, നിങ്ങൾ ആരും എൻ്റെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല. സോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാ വീഡിയോ എടുക്കുന്നത്. സോ എല്ലാവരും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആൻസർ ചെയ്യാം. എനിക്കിതിൽ തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ 2 ചാനലും എനിക്ക് കുറച്ചും കൂടി ഗ്രോത്ത് തോന്നിയത് എൻ്റെ ഫസ്റ്റ് ചാനലാണ്. അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന എപ്പിക് വ്ളോഗ്സ് 2.0 ആണ്. കാരണം ഈ ഒരു ചാനലിൽ ഇപ്പോൾ 275 സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതൊരു ഹൈപ്പിലേക്ക് പോകുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അതുതന്നെയാണ്. ഒരു 500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ നമുക്ക് ഒരു കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവും. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരും എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റ്സ് ഒക്കെ ഇടാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക സുഹൃത്തുക്കളെ. ഓക്കെ, ഞാനിത് ആരെ ഇട്ടതെന്ന് പറയുന്നില്ല, ഞാൻ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തങ്ങ് പോവുകയാണ്. ഓക്കെ, ഡു യു ഹാവ് എനി എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് യുവർ യൂട്യൂബ് ചാനൽ ഗ്രോത്ത്? നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടോയെന്ന്. എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കിപ്പം നിലവിൽ കുറവാണ്. കാരണം അറിയാമല്ലോ ഗൈസ്, നമുക്ക് ഒരു ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കുറവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഗ്രോത്തിനെ കുറിച്ചൊരു സംശയം വരും. പക്ഷേ എനിക്ക് പണ്ട് നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സെക്കൻഡ് ചാനൽ ബേസിക്കലി ഞാൻ തുടങ്ങിയിട്ട് 1 മാസം 2 മാസം ആകുമ്പോഴത്തേക്കും 50 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ചാനൽ, അതായത് എപ്പിക് വ്ളോഗ്സ് 2.0, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഏകദേശം 200 സബ്സ്ക്രൈബേഴ്സ് കിടന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ കുറച്ച് വീക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബേസിക്കലി. പക്ഷെ എനിക്ക് 2 ചാനലും ഇപ്പോൾ ഗ്രോത്തായി വരുന്നതാണൊക്കെ ഫീൽ ആവുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും ഗ്രോത്ത് ലെവൽ കൂടും, വീഡിയോസിൻ്റെ ലൈക്ക് കൂടുന്തോറും അതിൻ്റെ ഗ്രോത്ത് എല്ലാം കൂടും കേസ്. നമ്മളത് വീഡിയോ ഇട്ട് തന്നെ ആയിരിക്കണം അതിൻ്റെ ഗ്രോത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട. അല്ലാതെ ചുമ്മാ വീഡിയോ ഇടാതെ ഒരു ചാനൽ എന്ന പേരിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കതിന് വലിയ ഇതൊന്നുമില്ല. അതിന് ഒരു നമ്മുടെ ഓഫീസിലൊരു അങ്കിൾ റിപ്ലൈ ഇട്ടിരിക്കുകയാണ് എൻ്റെ ചാനലിൽ മെൻഷൻ ആക്കിയിട്ട്, യുവർ ചാനൽ വിൽ ഷുവർലി ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് പറഞ്ഞ് ഇങ്ങനെ 2 ഇമോജി ഇട്ടിട്ടുണ്ട് കേട്ടോ. താങ്ക് യു അങ്കിൾ. എനിക്ക് തോന്നുന്നു ഗ്രോത്തിക്ക് പോകുമെന്ന്. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് അടിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. തിരുവനന്തപുരത്ത് പോയിട്ട് ശരിക്കും എൻജോയ് ആണല്ലേ? അതെൻ്റെ അച്ഛനാണ് ചോദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ എല്ലാവരും നല്ല വൈബായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല. നമ്മൾ പോയതൊരു കുട്ടി ട്രാവലറിലാണ്, പക്ഷേ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല. എന്നാലും ശംഖുമുഖം ബീച്ചും എല്ലാവിടെയും നമ്മൾ അടിച്ചു പൊളിച്ച് തകർത്തു സുഹൃത്തുക്കളെ. എന്താ പറയണ്ടത് എനിക്കറിയത്തില്ല. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയത് ഏകദേശം 9-10 പേരാണെന്ന് തോന്നുന്നു. 8 പേരെ. പിന്നെ വഴിയിൽ മീൻസ് അവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വീടുള്ള കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട് നമ്മുടെ ഓഫീസിൽ. സോ അവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്. 10 പേരും നല്ല അടിപൊളി വൈബായിരുന്നു. സംസാരിച്ചും ചിരിച്ചും കളിച്ച് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകണമെന്നില്ല, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ അനുസരിച്ചിരിക്കും ആ ട്രിപ്പിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാത്തത് കാണാൻ പറ്റി. ശംഖുമുഖം ബീച്ചൊന്നും ഞങ്ങൾ പോയിട്ടില്ല, അതൊക്കെ കാണാൻ പറ്റി. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിന് നമുക്ക് നോക്കാം. പിക്ക് ക്യൂട്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രം പണി കഴിച്ചത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ആണ് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. പിക്ക് ക്യൂട്ടായിട്ടുണ്ടല്ലോ. താങ്ക് യു അങ്കിൾ, താങ്ക് യു. ഞാൻ പണ്ടേ ക്യൂട്ടാണ്, എന്താ പറയുക, ഒന്നല്ലട്ടെ കേസ്. അത് ആ ഡ്രസ്സ് നമ്മൾ സ്റ്റുഡിയോ യൂണിയൻ, അങ്ങനെയല്ല, ഞാൻ പണ്ടും ക്യൂട്ടാണ്, എന്നാലും കുറച്ചും കൂടി സ്റ്റുഡിയോ യൂണിയൻ്റെ ഡ്രസ്സാണിത്. അടിപൊളി ഒരു ഡ്രസ്സാണ്. ഞാനത് നമ്മുടെ സ്റ്റുഡിയോ യൂണിയൻ എന്നാണ് നമ്മൾ എടുത്ത ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. കടയുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സ്റ്റുഡിയോ യൂണിയനാണ് എന്തോ ഒരു പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. അടിപൊളി ഡ്രസ്സാണ്. ഏകദേശം 700 സംതിങ് ആണ് ആ ഡ്രസ്സിന് വന്നത്. പക്ഷെ അത്യാവശ്യം ബർത്തായിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആ ഒരു ഡ്രസ്സ് കേട്ടോ. അടിപൊളി സൂപ്പർ ഡ്രസ്സാണ്. പിക്ക് ക്യൂട്ടായിട്ട് പറഞ്ഞതിൽ താങ്ക് യു അങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഹൗ വാസ് യുവർ തിരുവനന്തപുരം ട്രിപ്പ്?
തിരുവനന്തപുരം ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നൈസ് ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ പോയ 9-10 പേരും നല്ല അടിപൊളി വൈബുള്ള ആൾക്കാരായതുകൊണ്ട് എവിടെയും ബോറടിക്കുകയും ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായി. ഞങ്ങൾ കന്യാകുമാരിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നമുക്ക് കന്യാകുമാരിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല. ആ ട്രിപ്പിൽ വന്ന കുറേ പേർക്കും നാളെ, അതായത് നമ്മളിപ്പോൾ ഇന്നാണ് തിരിച്ചെത്തിയെങ്കിൽ നാളെ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോകാനായിട്ട് പറ്റിയില്ല. നമ്മൾ പോകണം. നമ്മൾ വേറെ ദിവസം നമ്മൾ കന്യാകുമാരിക്കൊക്കെ പോകുന്നതാണ്. ഇനിയിപ്പോൾ ഒരുപാട് ട്രിപ്പുകൾ നമുക്ക് ബാക്കിയുണ്ട്. ഫാൻറ്റസി ഉണ്ട്, കാഞ്ഞിരപ്പുഴയില്ലല്ലോ, അയ്യോ കാടാമ്പുഴ, അതന്നെ കാടാമ്പുഴ, അതിന് കുറേ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്കൊക്കെ പൊളിക്കാൻ സുഹൃത്തുക്കളെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് യുവർ ചാനൽ ഗോയിങ്? ഒക്കെ കണക്കാ സുഹൃത്തുക്കളെ, വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല. എനിക്ക് ഗ്രോത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിൽ ഗ്രോത്ത് വരണമെങ്കിൽ നമ്മൾ ചുമ്മാ എന്താ പറയുക, ചാനലും ഉണ്ടാക്കി വെച്ചിട്ട് ചുമ്മാ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാതെ ഇരിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അതിന് വ്യൂസ് ലൈക്സ് ഒന്നും കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം ആൾക്കാർക്ക് നമ്മളോടൊരു ഇമ്പാക്റ്റ് കൂടും, നമ്മളോടുള്ളൊരു വ്യൂസും കണ്ടൻസൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് നിറയെ വ്യൂസും ലൈക്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും. അതുകൊണ്ടാണ് പ്രതീക്ഷ ഇപ്പം നിലവിൽ കുറവാണ്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഒരു 2-3 months ഒക്കെ കഴിയുമ്പോൾ എൻ്റെ ചാനൽ നല്ല നിലയിൽ പോകും. ഇതിപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് വ്ളോഗ്സ് ഒന്നും സ്ഥിരമായിട്ട് ഇടാൻ പറ്റില്ല. പഠിക്കാൻ നിറയുണ്ട്. ICSE സിലബസാണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കുറവായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം വീഡിയോസ് ഇടാനായി ശ്രമിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി Q&A വീഡിയോ. സോ ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യുക. ഈ പോസ്റ്റിൻ്റെ താഴെ തന്നെ ഇനിയും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു സെക്കൻഡ് പാർട്ട് Q&A ആയിട്ട് വരാം സുഹൃത്തുക്കളെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക, കണ്ടൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.